നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 7. മക്കളെ, ഏകകം 3 ജീവന വിജയ, യൂണിറ്റ് 3 ജീവന വിജയ, ജീവിതത്തിൻ്റെ വിജയം. എങ്ങനെയെല്ലാമാണ് ജീവിത വിജയം ഉണ്ടാവുക? ആത്മവിശ്വാസ, കർമ്മകുശലത, ദൃഢനിശ്ചയ, സ്ഥിരോത്സാഹ, കഠിനപ്രയത്നാദേഹ ഗുണഃ ജീവനവിജയമാപ്തും അസ്മാകം സാഹായ്യം കുർവന്തി. ഏവം മഹാത്മനാം ജീവിതമൂല്യാനാം സ്വാംശീകരണേ വയം ജീവനവിജയം പ്രാപ്നുമഃ. ഏകകേസ്മിൻ ജയസന്തതം ബാബാസാഹേബ് അംബേദ്കർ ഇതി പാഠദ്വയം സമാവേശിതം ഭവതി. ജീവന വിജയം. എങ്ങനെയെല്ലാം ജീവിത വിജയം നേടാം? ഒരു ആത്മവിശ്വാസ, കർമ്മകുശലത. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ തനിക്കെല്ലാം കഴിയും എന്നുള്ളൊരു വിശ്വാസം. കർമ്മകുശലത, ആ ജോലി ചെയ്യാനുള്ള നല്ലൊരു സാമർഥ്യം. ദൃഢനിശ്ചയ, ഉറപ്പായിട്ടും ഞാനത് ചെയ്യുമെന്നുള്ള ഒരു മനസ്സിൻ്റെ ദൃഢത. സ്ഥിരോത്സാഹം, സ്ഥിരമായ ഉത്സാഹം. കഠിനമായ പ്രയത്നം, അതിനുവേണ്ടി തന്നെ പ്രയത്നിക്കുക. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ജീവന വിജയം ആപ്തും, ജീവിത വിജയം നേടുവാൻ വേണ്ടി അസ്മാകം സാഹായ്യം കുർവന്തി, നമ്മളെ സഹായിക്കുന്നു. ഏവം, ഇപ്രകാരം മഹാത്മനാം ജീവിത മൂല്യാനാം, മഹാത്മാക്കളുടെ ജീവിത മൂല്യങ്ങളുടെ സ്വാംശീകരണേന, അത് തങ്ങൾ അവനവൻ വശത്താക്കുക. വയം ജീവന വിജയം പ്രാപ്നുമഃ, എന്നാൽ നമുക്ക് ജീവിത വിജയം നേടാം. ഏകകേസ്മിൻ, ഈ ഏകകത്തിൽ ജയസന്തതം ബാബാസാഹേബ് അംബേദ്കർ ഇതി പാഠദ്വയം സമാവേശിതം ഭവതി. ഇതിൽ 2 പാഠമാണുള്ളത്. ജയസന്തതം എന്നും ബാബാസാഹേബ് അംബേദ്കർ എന്നതും ആണ് പാഠങ്ങൾ. ഇതാ, ജീവിത വിജയം, കഠിന പ്രയത്നം കൊണ്ട് ജീവിത വിജയം നേടാം എന്നുള്ളതാണ് പാഠത്തിൻ്റെ രത്ന ചുരുക്കം. സപ്തമഃ പാഠ, 7ാമത്തെ പാഠം. ജയസന്തതം, എപ്പോഴും ജയിക്കുക, എപ്പോഴും ജയം ഉണ്ടാവുക. ചിത്രേ കിം കിം ദൃശ്യന്തേ, ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്. ചിത്രം കിം സൂചയതി വദതു. വിശ്വപ്രസിദ്ധ മഹാത്മാനഃ ബഹവ്യഃ സമസ്യഃ അതിജീവ്യ ഏവ ജീവന വിജയം പ്രാപ്തവന്തഃ. തേഷാം ദൃഢനിശ്ചയഃ പ്രയത്നഃ ആത്മസ്ഥൈര്യം ച അസ്മാൻ സർവദാ പ്രചോദയതി. ചിത്രേ കിം ദൃശ്യതേ, ചിത്രേ കഠിനപ്രയത്നേന ഏകഃ ബാലഃ വിജയി ഭവിഷ്യതി ഇതി ചിത്രം ഭവതി. ചിത്രേ കിം ദൃശ്യത, പിന്നെ ചിത്രേ കിം സൂചയതി, എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ജീവിത വിജയത്തിൽ നേടാൻ വേണ്ടിയിട്ട് വളരെയധികം യത്നിക്കണം എന്ന് നമ്മൾ ആ ഏകകം വായിച്ച സമയത്ത്, ഏകകത്തിലെ ആ സൂചന വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു തവണ കൂടി നിങ്ങൾ വായിച്ചു നോക്കണം. വിശ്വപ്രസിദ്ധ മഹാത്മാനഃ, വിശ്വപ്രസിദ്ധരായ മഹാത്മാനഃ, മഹാത്മാക്കൾ. ബഹവ്യഃ സമസ്യഃ, സമസ്യ എന്നത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് അവിടെ ബഹവ്യഃ എന്ന് പറയുന്നത്. ബഹ്വ്യഃ എന്നാണ്. ബഹ്വ്യഃ ബഹു, അതിൻ്റെ സ്ത്രീലിംഗ രൂപം എങ്ങനെയാണ്? ബഹു, ബഹ്യൗ, ബഹ്വ്യഃ സമസ്യാഃ, അനേകം സമസ്യകൾ അതിജീവിച്ചിട്ട് ഏവ ജീവന വിജയം പ്രാപ്തവന്തഃ, അങ്ങനെയാണ് ജീവിത വിജയം നേടുന്നത്. തേഷാം ദൃഢനിശ്ചയഃ, അവരുടെ ആ ഉറച്ച വിശ്വാസം, അതിൻ്റെ പ്രയത്നം, ആത്മസ്ഥൈര്യം, തന്നിലുള്ള ആ ആത്മാവിൻ്റെ ധൈര്യം, അസ്മാൻ സർവദാ പ്രചോദയതി, അതെല്ലാം നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നു. ആ വിജയത്തിലെത്താൻ വേണ്ടി നമ്മളെ നമുക്ക് പ്രചോദനം നൽകുന്നു. ഏകഃ ബാലഃ ആസീത്, ഒരു ബാലനുണ്ടായിരുന്നു.
ഏകः ബാലः ആസീത് ബാല്യേ ഏവ സഹ പാദകന്തുകക്രീഡായാം അതീവ സമർത്ഥः ആസീത്. ഏകः ബാലः ആസീത്, ഒരു കുട്ടിയുണ്ടായിരുന്നു. ബാല്യേ ഏവ, പിരിക്കുമ്പോൾ ബാല്യേ ഏവ, ബാല്യത്തിൽ തന്നെ, അതാണ് ബാല്യ ഏവ എന്ന് സന്ധി ചേർന്നപ്പോൾ വരുന്ന കേട്ട മക്കളെ, പ്രധാനപ്പെട്ടതാണ്. ബാല്യേ ഏവ സഹ പാദകന്തുകക്രീഡായാം, ഈ പന്ത് കളിയിൽ അതീവ സമർത്ഥഃ ആസീത്, വളരെയധികം സമർത്ഥനായിരുന്നു. അങ്ങനെ സ ബാലഃ പുരസ്കാരേണ സമ്മാനിതോ അഭവത്, അനേകം പുരസ്കാരങ്ങൾ, ബഹുമതികൾ, സമ്മാനങ്ങൾ അവനെ ആദരിച്ചു, നൽകിക്കൊണ്ട് അവനെ ആദരിച്ചു. തസ്യ മാതാ പിതാ മാതാമഹീച്ച നിതരാ സന്തുഷ്ടഃ ആസൻ. അങ്ങനെ ഈ കുട്ടിക്ക് പലതരത്തിലുള്ള ആദരവുകളും സമ്മാനങ്ങളും ഒക്കെ നേടുമ്പോൾ കുട്ടിയുടെ അമ്മയും അച്ഛനും മാതാമഹി എല്ലാവരും തന്നെ നിതരാം സന്തുഷ്ട. നിതരാം എന്നുള്ളത് ഇതുവരെയും വരാത്തൊരു വാക്കാണ്. നിതരാം എന്ന് പറഞ്ഞാൽ വളരെയധികം, അതിന് പകരം വാക്ക് വന്നിട്ടുണ്ട് അതീവ. നിതരാം തന്നെയാണ് അതീവ. അതേപോലെ മറ്റൊരു വാക്ക് നിതരാം, അതീവ, സുതരാം എന്നൊക്കെ പറയാം, വളരെയധികം. നിതരാം സന്തുഷ്ട ആസൻ, അവരെല്ലാവരും സന്തുഷ്ടരായി. ആസൻ എന്നാണ്, ബഹുവചനാണ്. കിന്തോ എന്നാൽ അവിളംബേന ഏവ, അവിളംബേനൈവ ബാലോയം രോഗേണ പീഡിതഃ തസ്യ ശരീരസ്യ വൃദ്ധി മന്ദീഭവതി സ്മ ക്രീഡിതും അശക്തഃ സഹ അതീവ ദുഃഖിതോഭവത് ബാന്ധവാശ്ച നിസ്സഹായാഃ ജാതഃ. കിന്തു അവിളംബേനൈവ, അവിളംബേനൈവ എന്ന് പറഞ്ഞാൽ വിളംബം കൂടാതെ തന്നെ, യാതൊരു താമസവും കൂടാതെ. ഈ കുട്ടി ചെറുപ്പത്തിൽ വലിയ കളിക്കാരനായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ബാലോയം, പിരിക്കുക എങ്ങനെയാണ് എല്ലാവർക്കും അറിയാലോ പിരിക്കാൻ. ബാലോ എന്ന് പിരിക്കുമ്പോൾ എങ്ങനെ വരും? ബാലഹ. അപ്പോൾ ശ്ലേഷത്തിൻ്റെ സ്ഥാനത്ത് അകാരം വയ്ക്കേ. അയം ബാലഹ, അയം ബാലോയം. ബാലോയം രോഗേണ പീഡിത, ഒരു രോഗം വന്നു, അവന് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. തസ്യ ശരീരസ്യ, അവൻ്റെ ശരീരത്തിൻ്റെ വൃദ്ധി മന്ദീഭവതി സ്മ, അതിൻ്റെ വളർച്ച മന്ദീഭവിച്ചു, അത് ചുരുങ്ങി വന്നു. ക്രീഡിതും ആസക്തഃ സഹ അതീവ ദുഃഖിതോഭവത്, അവന് കളിക്കാൻ വളരെയധികം ആസക്തിയാണ്, താല്പര്യമാണ്. ക്രീഡിതും തുമ്മുനെന്താവ്യം, ക്രീഡിതും ആസക്തഃ സഹ, കളിക്കുവാൻ വളരെയധികം തൽപരനായ അവൻ അതീവ ദുഃഖിതോഭവത്. തിരിക്കൂ, ബാലോയം പോലെ. ദുഃഖിതഃ, പിന്നെ പ്രശ്ലേഷത്തിൻ്റെ സ്ഥാനത്ത് അകാരം വയ്ക്കണം, അഭവത്. ദുഃഖിതഃ അഭവത്. ബാന്ധവാശ്ച, ഇതും നമുക്ക് പിരിക്കാൻ അറിയാം. ബാന്ധവാഹ ച നിസ്സഹായാഹ ജാതാഹ, അവരും നിസ്സഹായരായി. കിന്തു അവിളംബേന ഇവ ബാലോയം രോഗേണ പീഡിതഃ, ചെറുപ്പത്തിൽ വലിയ കളിക്കാരനായിരുന്നു, പെട്ടെന്ന് അവനൊരു രോഗം ബാധിച്ചു. തസ്യ ശരീരസ്യ വൃദ്ധി മന്ദീഭവതി സ്മ, അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച മുരടിച്ചു. ക്രീഡിതും ആസക്തഃ സഹ, കളിക്കുവാൻ വളരെ തൽപരനായിട്ടുള്ള അവൻ അതീവ വളരെയധികം ദുഃഖിച്ചു. നിതരാം ദുഃഖിതഃ അഭവത്. ബാന്ധവാശ്ച നിസ്സഹായാഹ ജാതഃ, അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ സ്വന്തപ്പെട്ട എല്ലാ ആളുകളും വളരെയധികം ദുഃഖിതോഭവത്, ദുഃഖിച്ചു. ബാലകസ്യ ഏതാം അവസ്ഥാം ശ്രുത്വ ഏകഃ പരിശീലകഃ തസ്മൈ സാഹായം അകരോ. അപ്പോൾ ഒരു പരിശീലകൻ ഈ വിവരം കേട്ടു. വലിയ കളിക്കാരനായ ഒരു കുട്ടിക്ക് പെട്ടെന്ന് എന്തോ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തോ ഒരു മങ്ങലേറ്റു. അവൻ കളിയിൽ നിന്ന് വളരെയധികം പിന്നിലേക്കുള്ള പോയ അവസ്ഥ പരിശീലകന് മനസ്സിലായി. ബാലകസ്യ ഏതാം അവസ്ഥാം, ബാലകൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ശ്രുത്വ, പുതിയ വാക്കാണത്, അത് അവ്യയാണ്. അവ്യയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്തൊരവ്യയാണ് നോക്കുക, കേൾക്കുക. കൃത്വാന്തമവ്യം, ക് ത് വ ചേരുമ്പോൾ കൃത്വാന്തമവ്യമാണ്. ഏകഃ പരിശീലകഃ തസ്മൈ സാഹായമകരോ, ഒരു പരിശീലകൻ അവന് വേണ്ട സഹായം ചെയ്തു. പരിശീലകസ്യ പ്രോത്സാഹനേന സമം
സ്വ മനോബലേന സർവാൻ പ്രതിബന്ധാൻ സോഢ്വ ഏഷഃ ക്രീഡായാം ബദ്ധശ്രദ്ധഃ അഭവത്. പരിശീലകസ്യ പ്രോത്സാഹനേന, പരിശീലകൻ നിത്യം ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കളിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും പരിശീലകൻ്റെ അടുത്തു നിന്നുണ്ടാവുകയാണ്. അങ്ങനെ പ്രോത്സാഹനേന സമം, ഈ സമം എന്ന വാക്കൊരു പുതിയൊരു അവ്യയാണ്. നമ്മൾ സാഗം പഠിച്ചിട്ടുണ്ട്, സഹ പഠിച്ചിട്ടുണ്ട്, അതുപോലുള്ളൊരു വാക്കാണ് സമം. ഈ 3 വാക്ക് സഹ, സാഗം, സമം, ഇതിൻ്റെ ഒക്കെ യോഗത്തിൽ തൃതീയ വിഭക്തിയാണ് വരിക. നമുക്ക് മനോബലേന തെറ്റിപ്പോയി, ക്ഷമിക്കണേ. പരിശീലകസ്യ പ്രോത്സാഹനേന, പരിശീലകൻ്റെ പ്രോത്സാഹനത്താൽ, അതോട് പ്രോത്സാഹനേന സമം, പ്രോത്സാഹനത്തോടുകൂടെ സ്വമനോബലേന, തൻ്റെ മനോബലം, തനിക്ക് എല്ലാത്തിനും പറ്റും എന്നൊരു മനോബലം, സർവാൻ പ്രതിബന്ധാൻ സോഢ്വ, എല്ലാ കുത്വാന്തമവ്യാണ് സോഢ്വ, എല്ലാ പ്രതിബന്ധങ്ങളും സഹിച്ചിട്ട് ഏഷഃ ക്രീഡായാം ബദ്ധശ്രദ്ധ അഭവത്, അവൻ കളിയിൽ മുഴുകി. സഹ കാലാന്തരെ വേൾഡ് കപ്പ് ജേത അഭവത്. ഏഷ ഏവ വിശ്വപ്രസിദ്ധ പാദകന്തുക ക്രീഡക ലയണൽ മെസ്സി. കഠിനേന പ്രയത്നേന ക്ലേശാദീൻ ജയ സന്തതം ആലസ്യം തോ സദാ ത്യാജ്യം പ്രയത്നം കുരു സർവദാ. അങ്ങനെ ആ കുട്ടി സ്ഥിരമായ പരിശീലനം ലഭിക്കുകയും അവൻ്റെ മനോബലം വളരെയധികം ദൃഢമാവുകയും ചെയ്തപ്പോൾ, കാലാന്തരെ കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പ് ജേത അഭവത്, പാദകന്തുക ക്രീഡയിൽ അദ്ദേഹം വേൾഡ് കപ്പ് ജേതാവ് ആയി. ഏഷ ഏവ വിശ്വപ്രസിദ്ധ പാദകന്തുക ക്രീഡക ലയണൽ മെസ്സി. ഈ ലയണൽ മെസ്സിയെ പറ്റിയിട്ട് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇദ്ദേഹമാണ് വിശ്വപ്രസിദ്ധനായ പാദകന്തുക ക്രീഡയിൽ വിശ്വപ്രസിദ്ധനായ ലയണൽ മെസ്സി. ഈ മെസ്സിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം നമുക്ക്? മെസ്സിക്ക് പലതരം 7 തവണ നല്ല ഫുട്ബോളർക്കുള്ള അവാർഡ്, ബാലൻഡിയോർ പുരസ്കാരം 7 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോഴേക്കും അദ്ദേഹം എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും കണ്ണിലുണ്ണിയായി മാറി. സഹ കാലാന്തരെ വേൾഡ് കപ്പ് ജേതാഭവത്, വേൾഡ് കപ്പ് ജേതാവായി. ഏഷ ഏവ വിശ്വപ്രസിദ്ധ പാദകന്തുക ക്രീഡക ലയണൽ മെസ്സി. ഇദ്ദേഹമാണ് വിശ്വപ്രസിദ്ധനായ ഫുട്ബോളറായ ലയണൽ മെസ്സി. കഠിനേന പ്രയത്നേന ക്ലേശാദീൻ ജയ സന്തതം ആലസ്യം തു സദാ ത്യാജ്യം പ്രയത്നം കുരു സർവദാ. കഠിനേന പ്രയത്നേന, വളരെയധികം പ്രയത്നം ചെയ്തിട്ട്, പ്രയത്നത്തിലൂടെ ക്ലേശാദീൻ ജയാസന്തതം, ക്ലേശാദികളെ ജയിക്കുക, ബുദ്ധിമുട്ടുകളെ ജയിക്കുക, സന്തതം എപ്പോഴും. ആലസ്യം തു സദാ ത്യാജ്യം. ഈ ആലസ്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അലസത, മതി 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 എന്നുള്ള തോന്നൽ. അതിൻ്റെ നേരെ വിപരീതമാണ് പരിശ്രമം. ഈ ആലസ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവും പരിശ്രമം ഏറ്റവും വലിയ മിത്രവുമാണ് മക്കളെ. അപ്പോൾ ആലസ്യത്തെ നമ്മൾ ത്യജിക്കണം, ഉപേക്ഷിക്കണം. എപ്പോഴും പരിശ്രമത്തെ സ്വീകരിക്കണം. ആലസ്യം തു സദാ ത്യാജം. എപ്പോഴും നമ്മൾ ആലസ്യത്തെ ത്യജിക്കണം, ഉപേക്ഷിക്കണം. പ്രയത്നം കുരു സർവദാ. എപ്പോഴും പ്രയത്നം ചെയ്യണം. സർവദാ പ്രയത്നം കുരു. എപ്പോഴും നമ്മൾ പ്രയത്നം ചെയ്യണം. പദച്ഛേദം ബാല്യ ഏവ. പദച്ഛേദം ചെയ്യുമ്പോൾ ബാല്യേ ഏവ, നല്ല വാക്കാണേ വരും. മിക്കവാറും പ്രയാസം ഉള്ള വാക്കുകൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ബാല്യേ ഏവ, ബാല്യ ഏവ, ബാല്യേ ഏവ, ബാല്യേ അധികം ഏവ, ബാല്യ ഏവ. അവിളംബേന യുവ. ഐ വരുമ്പോൾ പദച്ഛേദം ചെയ്യുമ്പോൾ എന്ത് വരും? ആയും ഏയും വരും. അവിളംബേന ഏവ, അവിളംബേന യുവ. അവിളംബേന, വിളംബേന വിന അവിളംബം. വിളംബം കൂടാതെ, അതാണ് അവിളംബം. തേന അവിളംബേന. മനോബലേന, മനസഹ ബലം മനോബലം.
തേന മനോബലേന. വിശ്വപ്രസിദ്ധ പഠന പ്രവർത്തനങ്ങൾ. ചിത്രാനുസാരം യഥോചിതം യോജയിതു. ഇവിടെ കുറേ വാക്കുകളുണ്ട്. ക്രിക്കറ്റ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഹോക്കി ഉണ്ട്. അതിന് യോജിച്ച ചിത്രങ്ങളുമുണ്ട്. ഇവിടെ ഒന്നാമത്തെ ചിത്രം എന്തിനെ കുറിച്ചുള്ളതാണ്? ഫുട്ബോൾ അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താ പറയുക, ആ ഒരു വളഞ്ഞിട്ടുള്ള ഹുക്ക് പോലുള്ള ഒരു ഇത് കണ്ടില്ലേ, ബോളും കണ്ടില്ലേ, അതെന്തിൻ്റെയാണ്? നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചിട്ടുണ്ട്, ഹോക്കിയുടെ അല്ലേ. പിന്നെ ഈ മൂന്നാമത്തെ ചിത്രം എന്തിൻ്റെയാണ് മക്കളെ? ക്രിക്കറ്റ് അല്ലേ. പിന്നെ നാലാമത്തെ ചിത്രം എന്തിൻ്റെയാണ്? 4ഉം 5ഉം ഒക്കെ എന്തിൻ്റെയാണ്? ബാഡ്മിൻ്റൺ. അപ്പോൾ ക്രിക്കറ്റ് അല്ലേ, അല്ല പാദകന്തുക ക്രീഡ അല്ലേ, പിന്നെ ഹോക്കി, പിന്നെ ബാഡ്മിൻ്റൺ അല്ല എന്താണ്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ. നല്ല കുട്ടികളായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ടീച്ചർ വെറുതെ പറയുകയാണ്, ഇതൊക്കെ എല്ലാം നിങ്ങൾക്കറിയാം. പട്ടിക പൂരിപ്പിക്കുക. ഇവിടെ കുറേ വാക്കുകളുണ്ട്. അതെങ്ങനെയാണ് പട്ടിക എഴുതേണ്ടത്? ലട്ടിലുള്ള വാക്കുകൾ ലട്ടിൻ്റെ ചോട്ടിൽ എഴുതുക, റട്ടിലുള്ള വാക്കുകൾ റട്ടിൻ്റെ ചോട്ട് എഴുതുക, ലങ്ങിലുള്ള വാക്കുകൾ ലങ്ങിൻ്റെ ചോട്ട് എഴുതുക. ഒരു വാക്ക് അവിടെ ഒരു പ്രാവശ്യം അവിടെ എല്ലാത്തിൻ്റെയും ചോട്ടിൽ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് പ്രചോദയതി, ഇതിലില്ലാത്ത വാക്കാണ് പ്രചോദയതി, അത് ലട്ട്. പഠിഷ്യതി റട്ട്, ഭാവികാലം. ലങ്ങിലെങ്ങനെ? ആസീത്. പിന്നെ നമ്മളെ വാക്കുകൾ നോക്കാം. ക്രീഡതി, പഠിഷ്യതി, അഭവത്, കരോതി, അദാത്, അകരോത്, കരിഷ്യതി, പരിശീലയതി, ഗമിഷ്യതി. ഇനി നമുക്ക് ക്രീഡതി എവിടെ എഴുതണം? നല്ല കുട്ടികളായിട്ട് പറയും. ലട്ടിൻ്റെ നേരെ എഴുതണം. വെരി ഗുഡ്, ഉത്തമം, സമീചീനം. പഠിഷ്യതി എവിടെ എഴുതണം? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇൽറട്ടിൻ്റെ പഠിക്കും. അഭവത് എവിടെ എഴുതണം? ലങ്ങിൻ്റെ ചോട്. കരോതി എവിടെ എഴുതണം? ലട്ടിൻ്റെ ചോട്. അദാത് എവിടെ എഴുതണം? ലങ്ങിൻ്റെ ചോട്. അകരോത് ലങ്, കരിഷ്യതി റട്ട്, പരിശീലയതി ലട്ട്, ഗമിഷ്യതി റട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് ചിത്രാനുസാരം ഉചിതാം പാദ ടിപ്പണിം ലിഖത. ചിത്രത്തിന് അടിക്കുറിപ്പ് കൊടുക്കുക. ബാലഹ ക്രീഡതി, ബാലഹ നദീം തരതി, യുവകഃ ഗച്ഛതി, ബാലിക യോഗാസനം കരോതി. ഒന്നാമത്തെ ഒരു ഇതിലൊന്നുമില്ലാത്തൊരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാലിക നൃത്യതി, അടിക്കുറിപ്പായി. അതേപോലെ രണ്ടാമത്തത് എന്താണ് കൊടുക്കേണ്ടത്? ബാലിക യോഗാസനം കരോതി. മൂന്നാമത്തത് അതാ ഒരു യുവകഃ ഗച്ഛതി അല്ലേ. നാലാമത്തതോ ബാലാഹ ക്രീഡന്തി. അഞ്ചാമത്തതോ ബാലഹ നദീം തരതി, നദി തരണം ചെയ്യുന്നു, നദി അക്കരെ കടക്കുന്നു. ഇതൊന്നും നിങ്ങൾക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. അധോദത്താം ഖണ്ഡികാം പഠിത്വ പ്രശ്നാന ഉത്തരാണി ലിഖതോ. താഴെ ഒരു ഖണ്ഡികയുണ്ട്, അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. സുനിൽ ഛേത്രി എന്നാണ് ഖണ്ഡികയുടെ ഹെഡിങ്, ശീർഷകം. ഭാരതസ്യ പാദകന്തുക ക്രീഡായാ നായകഃ ആസീത് സുനിൽ ഛേത്രി. 1984. അപ്പോൾ വലത്ത് ഭാഗത്തുനിന്ന് വായിക്കാം. ചതുരശീത്യധിക 900 അങ്ങനെ പറയാം. പിന്നെ ചതുരശീത്യധിക 90. രണ്ട് ഇതിരിയും ഞാൻ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യവും പറയാൻ പറ്റുന്നതാണ്. തമ്മേ വർഷേ 1984 വർഷത്തിൽ ആഗസ്റ്റ് മാസം തൃതീയ ദിനാങ്കെ 3-ാം തീയതി അയം ജനിമലഭത, ഇദ്ദേഹം ജനിച്ചു. ആന്ധ്രാപ്രദേശസ്യ, ആന്ധ്രയിലുള്ള സെക്കന്ദ്രാബാദ് നഗരെ അസ്യ ജന്മ, സെക്കന്ദ്രാബാദിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അസ്യ പിതരോ എന്ന് പറഞ്ഞാൽ മാതാച്ച പിതാരോ, അച്ഛനമ്മമാർ എന്നർത്ഥം. കെ ബി ഛേത്രി സുശീല ഛേത്രി ച ആസീത്.
പാദകന്തുക ക്രീഡകൗ ആസ്താം. അവരും പാദകന്തുക ക്രീഡകർ ആയിരുന്നു. അപ്പോൾ ഒരു തവണ കൂടി ഭാരതസ്യ പാദകന്തുക ക്രീഡായ നായകः ആസീത് സുനിൽ ഛേത്രി. ചതുരശീത്യധിക നവശതാധികസഹസ്രതമേ വർഷേ അല്ലെങ്കിൽ ചതുരശീത്യധിക നവദശശതതമേ വർഷേ ആഗസ്റ്റ് മാസം തൃതീയദിനാങ്കേ 3-ാം തീയതി അയം ജനിമലഭത. അദ്ദേഹം ജനിച്ചു ആന്ധ്രാപ്രദേശസ്യ സെക്കന്ദരാബാദ് നഗരെ അസ്യ ജന്മ. ആന്ധ്രയിലുള്ള സെക്കന്ദരാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. അസ്യ പിതരോ, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ KB ഛേത്രി, സുശീല ഛേത്രി ച. അവർ രണ്ടുപേരും പാദകന്തുക ക്രീഡകൗ ആസ്തം. അവരും നല്ല പന്ത് കളിക്കാരായിരുന്നു. ഇനി സുനിൽ ഛേത്രി കുത്ര ജായത. സുനിൽ ഛേത്രി ആന്ധ്രാപ്രദേശസ്യ സെക്കന്ദരാബാദ് നഗരെ അജായത. കസ്മിൻ വർഷേ അജായത? സഹ ചതുരശീത്യധിക നവശതാധികസഹസ്രതമേ വർഷേ അജായത. അസ്യ പിതരോ കൗ. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരാരാണ്? അസ്യ പിതരോ KB ഛേത്രി, സുശീല ഛേത്രി ച ആസ്താം. 4 ഏഷः ആഗസ്റ്റ് മാസസ്യ കസ്മിൻ ദിനാങ്കേ ജന്മപ്രാപ്തം. ആഗസ്റ്റ് മാസം എത്രാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്? ആഗസ്റ്റ് മാസം തൃതീയ ദിനാങ്കേ സഹ തസ്യ ജന്മ ഏഷः ജന്മപ്രാപ്തം. മാതാ ച പിതാ ച. അതൊരു വിഗ്രഹിച്ച പദമാണ്. അതിൻ്റെ ഏകപദം, അതിൻ്റെ സമസ്ത പദം എന്നാണ്. അതിൻ്റെ ഏകപദത്തിന്, ഒറ്റ പദത്തിന് സമസ്ത പദം എന്നാണ് പറയുക. സമസ്ത പദം പറയാം. മാതാ ച പിതാ ച. മാതാവും പിതാവും. പിതരോ എന്നാണ് പറയുക. അച്ഛനമ്മമാർ. പിതരോ എന്ന് പറഞ്ഞാൽ അതിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്. മാതാപിതാക്കൾ എന്നാണ് അർത്ഥം. റിക്തസ്ഥാനെ ഉചിത സംഖ്യാം ലിഖതോ. അപ്പോൾ എന്തെല്ലാം ഉണ്ട്? നമ്മൾ ആദ്യത്തെ നോക്കാം. 30 30 40 50 50 പിന്നെ 60 60 70 70 80 80 90 90 100. അതിവിടെ എഴുതിയിട്ടുണ്ട്. ദശ ഇവിടെ ഏതൊക്കെയോ സംഖ്യകളാണ് എഴുതിയത്. ദശയില്ല. 90 60 30 100 70 40 50 80. അതാണ് സംഖ്യകൾ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അക്കത്തിൽ എഴുതാം. ആദ്യത്തേത് എവിടെ? 30 30 30 അറിയാം നിങ്ങൾക്ക് എവിടെയാന്ന്. 40 40 40 താഴെ 30ൻ്റെ ചുവട്ടിൽ 40. പിന്നെ 50 എവിടെ? 40ൻ്റെ നേരെ വലത്ത് 50. അത് അക്കത്തിൽ എഴുതിയാൽ മതി കേട്ടോ, അത്രയും സ്ഥലമുള്ളൂ. 50 50 50. പിന്നെ 60 60 മുകളിൽ രണ്ടാമത്തെ 60. 70 70 70 എന്ന് പറയുമ്പോൾ താഴത്തെ വരിയിൽ മൂന്നാമത്തെ. 80 80 ഏറ്റവും അടിയിലെ വരിയിൽ എത്രാമത്തെയാണ്? അവസാനത്തെ. 90 90 എവിടെ? ആദ്യത്തെ. 100 എവിടെ? ആ രണ്ടാമത്തെ വരിയിൽ നടുവിൽ. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു പ്രയാസമില്ല. പദാനാർത്ഥം ലിഖതു. തനുഹു ശരീര. വിജേത ജേത ജയിച്ചവൻ. ജനക പിത. കേദാര ക്ഷേത്രം വയൽ. കുസുമം പുഷ്പം. അത് കഴിഞ്ഞു. പിന്നെ അമരകോശം. അധിഭൂർ നായകൗ നേത പ്രഭു പരിവൃഢോ അധിപഃ. അപ്പോൾ അധിഭൂ എന്ന് പറഞ്ഞാൽ നായകൻ, നായക, നേത, പ്രഭു, പരിവൃഢ, അധിപഃ എന്നൊക്കെ പറഞ്ഞ നായകൻ. ധാതുരൂപങ്ങൾ ഡുക്രഞ്ഞ ധാതു, അതിൽ പരസ്മൈപതി, ലങ്ങിൻ്റെ രൂപം, ഭൂതകാല രൂപം. നമ്മൾ കരോതി കുരുതഹ കുർവന്തി, കരോഷി കുരുതഹ കുരുധ, കരോമി കുർവഹ കുർമഹ എന്നുള്ളത് പഠിച്ചു എന്നാണ് തോന്നുന്നത്. ലട്ടിൻ്റെ രൂപം. അതിൻ്റെ ലങ്ങിൻ്റെ രൂപമാണ് ഇവിടെ പറയുന്നത്.
അകരോദകുരുതാമകുർവൻ പ്രഥമപുരുഷൻ. മധ്യമപുരുഷനിൽ അകരോഹോ അകുരുതം അകുരുത. ഉത്തമപുരുഷനിൽ അകരവം അകുർവ അകുർമ. അപ്പം നടുവിലത്തെ നോക്കാം. ത്വം കിം അകരോഹോ, നീ എന്ത് ചെയ്തു? യുവാം കിം അകുരുതം, നിങ്ങൾ രണ്ടുപേരെന്ത് ചെയ്തു? യൂയം കിം അകുരുത, നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെ ഉത്തമപുരുഷനിൽ ആദ്യത്തെ അഹം കിം അകരവം, ഞാൻ എന്ത് ചെയ്തു? ആവാം കിം അപൂർവ, ഞങ്ങൾ രണ്ടുപേരെ എന്ത് ചെയ്തു? അവസാനത്തെ വയം കിം അകുർമഹ, ഞങ്ങൾ എന്ത് ചെയ്തു? പ്രഥമപുരുഷനിൽ എന്തും കർത്താവാകാം. ഈ 6 വാക്കുകൾ കൂടാതെ ത്വം യുവാം യൂയം അഹം ആവാം വയം, ആ വാക്കുകൾ 6 കൂടാതെയുള്ള എല്ലാ വാക്കുകളും അവിടെ പ്രഥമപുരുഷനിൽ വരാം. രാമഹ കിം അകരോത്, സീത കിം അകരോത്, രമ കിം അകരോത്, ബാലിക കിം അകരോത്, ബാലകഹ കിം അകരോത്. ഇനി അതിൻ്റെ ദ്വിവചനം ക്രമത്തിൽ ബാലോ കിം അകുരുതാം, ബാലഹ കിം അകുർവൻ എന്നെല്ലാം മാറ്റാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഡുക്രഞ്ഞ ധാതു കരണാർത്ഥം ചെയ്യുക എന്നുള്ള അർത്ഥം, പരസ്മൈപതി ലങ്. അകരോത് അകുരുതാം അകുർവൻ, ഇത് സിദ്ധരൂപമാണ്, പഠിക്കണം, നല്ലതാണ് പഠിച്ചാൽ. അകരോത് അകുരുതാം അകുർവൻ, അകരോഹ അകുരുതാം അകുരുത, അകരവം അകുർവ അകുർമ. നാമരൂപങ്ങൾ. ഋകാരാന്തം പുല്ലിംഗം പിതൃശബ്ദം. പിതൃശബ്ദത്തിൻ്റെ 7 വിഭക്തിയും നോക്കാം. പ്രഥമ പിതാ പിതരോ പിതരഹ, സംബോധന പ്രഥമ ഹേ പിതഹ, ഹേ പിതരോ ഹേ പിതരഹ. ദ്വിതീയ പിതരം പിതരോ പിതൃൻ. തൃതീയ പിത്ര പിതൃഭ്യാം പിതൃഭിः. ചതുർത്ഥി പിത്രേ പിതൃഭ്യാം പിതൃഭ്യഃ. പഞ്ചമി പിതുഃ പിതൃഭ്യാം പിതൃഭ്യഃ. ഷഷ്ടി പിതുഃ പിത്രോः പിതॄണാം. സപ്തമി പിതരി പിത്രോः പിതൃഷു പിതൃഷു. എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? പിതാ പിതരോ പിതരഹ, അച്ഛൻ. പിന്നെ അതിൻ്റെ ദ്വിവചനം 2 അച്ഛൻ. പിതരഹ അച്ഛന്മാർ. എന്താ അച്ഛന്മാർ എന്ന് പറയുമോ? 2 അച്ഛൻ എന്ന് പറയും. സംസ്കൃതത്തിൽ എല്ലാ പദങ്ങൾക്കും 3 വചനമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. പിതാ പിതരോ പിതരഹ, സംബോധന പ്രഥമ ഹേ പിതഹ ഹേ പിതരോ ഹേ പിതരഹ. ദ്വിതീയ വിഭക്തി പിതരം പിതരോ പിതൃൻ. തൃതീയ പിതര പിത്രാ പിതൃഭ്യാം പിതൃഭിः. ചതുർത്ഥി പിത്രേ പിതൃഭ്യാം പിതൃഭ്യഃ. പഞ്ചമി പിതുഃ പിതൃഭ്യാം പിതൃഭ്യഃ. ഷഷ്ടി പിതുഃ പിത്രോः പിതॄണാം. സപ്തമി പിതരി പിത്രോः പിതൃഷു. ഇതുപോലെ നമുക്ക് മാതൃശബ്ദം കുറേ ചില വാക്കുകളെ വ്യത്യാസമുള്ളൂ. ഇത് ഋകാരാന്ത പുല്ലിംഗാണ്. ഇനി ഋകാരാന്ത സ്ത്രീലിംഗാണ് മാതൃശബ്ദം. എങ്ങനെയാണ് പറയാൻ നോക്കുക? മാതാ എന്നാണ് പ്രഥമ വിഭക്തി ഏകവചനം. പിതൃശബ്ദം പ്രഥമ വിഭക്തി ഏകവചനത്തിൽ പിതാ എന്ന് വന്നതുപോലെ മാതൃശബ്ദം പ്രഥമ വിഭക്തി ഏകവചനത്തിൽ മാതാ എന്നാണ് വരിക. മാതാ മാതരോ മാതരഹ, ഹേ മാതഃ ഹേ മാതരോ ഹേ മാതരഹ. മാതരം മാതരോ മാതൃഹ്. വിസർഗാണ് അവിടെ. മാതൃഹ്. മാത്രാ മാതൃഭ്യാം മാതൃഭിः. മാത്രേ മാതൃഭ്യാം മാതൃഭ്യഃ. മാതുഃ മാതൃഭ്യാം മാതൃഭ്യഃ. മാതുഃ മാത്രോः മാതॄണാം. മാതരി മാത്രോः മാതൃഷു. അതും കഴിഞ്ഞു. അമരകോശം. അവസ്ഥ സ്ഥിതി. അവിളംബം വിനാവിളംബം താമസിയാതെ. അശക്തഃ ദുർബലഃ. ക്രീഡിതും ഖേലിതും കളിക്കുവാൻ. ജേത വിജയി വിജയി. ദുഃഖിതഃ ഖിന്നഃ. നിസ്സഹായഃ സഹായരഹിതഃ. പരിശീലകഃ പരിശിക്ഷകഃ പ്രശിക്ഷകഃ. പാദകन्दुकक्रीड ഫുട്ബോൾ ക്രീഡ. പിതാ ജനകഃ. പുരസ്കാരः സമ്മാനः. പ്രതിബന്ധः പ്രതിരോധः. പ്രയത്നः പരിശ്രമः. പ്രോത്സാഹനം പ്രചോദനം. അനന്തരം ബാന്ധവः ബന്ധുജനാः ബന്ധുക്കൾ. മാതാമഹി മാതുഃ മാതാ അമ്മയുടെ അമ്മ. രോഗः വ്യാധി രോഗം. വിശ്വം ജഗത്ത് ലോകം. വൃദ്ധി അഭിവൃദ്ധി വളർച്ച. ശരീരം തനു ശരീരം. സന്തുഷ്ടः സംപ്രീതാः സന്തുഷ്ടർ. സോഢ്വ സഹനം കൃത്വ സഹിച്ചിട്ട്. അധിഗതാംശः ചിത്രാനുസാരം അയോജയത്. ലട്ട് ലങ്ങൾ റിട്ട് രൂപാണി അലിഖത്. പാദടിപ്പണിയും അലിഖത്. ഖണ്ഡികാം പഠിത്വ പ്രശ്നാനം ഉത്തരം അലിഖത്. ഉചിതാം സംഖ്യാം അലിഖത്. കഠിന പ്രയത്നേന ദൃഢനിശ്ചയേന സ്ഥിരോത്സാഹേന ച ജീവിതവിജയം പ്രാപ്തവാൻ ഭവതി. എബ്രഹാം ലിങ്കൺ. തം മഹോദയമധികൃത്യ ചർച്ചാം കരോതു. വളരെ വിപരീതമായ ചുറ്റുപാടിൽ നിന്ന് കഠിനമായ പ്രയത്നത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും ജീവിത വിജയം പ്രാപ്തവാൻ ഭവതി. ജീവിത വിജയം നേടി ആര്?
എബ്രഹാം ലിങ്കൺ. തം മഹോദയമധികൃത്യ ചർച്ചാം കരോതും. ആ മഹോദയനെക്കുറിച്ച്, ആ മഹാത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു തവണ കൂടി വായിക്കട്ടെ. കഠിനപ്രയത്നേന ദൃഢനിശ്ചയേന സ്ഥിരോത്സാഹേന ച ജീവിത വിജയം പ്രാപിച്ചു. പ്രാപ്തവാൻ പുല്ലിംഗാണ്, പ്രാപ്തവതി സ്ത്രീലിംഗാണ്. പ്രാപ്തവാൻ ഭവതി എബ്രഹാം ലിങ്കൺ തം മഹോദയമധികൃത്യ ചർച്ചാം കരോതു. ഈ മഹോദയനെക്കുറിച്ച് നിങ്ങൾ പല പല കാര്യങ്ങളും പഠിക്കും. അപ്പോഴെഴുതാം. ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് പറയട്ടെ. 1809 ഫെബ്രുവരി 2 ജനിച്ചു. 1865 ഏപ്രിൽ 15 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. അമേരിക്കൻ ഐക്യനാടുകളിൽ 16ാമത്തെ പ്രസിഡൻ്റായി അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. ഒരു സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തോമസ് ലിങ്കൺ, അമ്മ നാൻസി ഹാൻസി. അദ്ദേഹം അടിമ സമ്പ്രദായം നിർത്തൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം യത്നിച്ചു. അങ്ങനെ ഈ മഹാനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് വായിക്കണം. നോക്കാം, പെട്ടെന്ന് വായിക്കാം. നമുക്ക് എന്താണ് ഒരു പ്രയാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അധിക വായനയുണ്ട്. സാരമില്ല. ടീച്ചർക്ക് പ്രയാസമില്ലല്ലോ, അപ്പോൾ കുട്ടികൾക്കും പ്രയാസം ഉണ്ടാവാൻ പാടില്ല. നോക്കാം. ഏകകം 3 ജീവന വിജയ. ആത്മവിശ്വാസ, കർമ്മകുശലത, ദൃഢനിശ്ചയ, സ്ഥിരോത്സാഹ, കഠിനപ്രയത്ന, ദയ, ഗുണ. ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കും വേണം. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വേണം, ജയിക്കുമെന്നുള്ളത്. കാര്യം എപ്പോഴും ശരിയാവും എന്നുള്ളൊരു വിശ്വാസം വേണം. കർമ്മകുശലത വേണം, അതിനുവേണ്ടി നല്ല ബുദ്ധി ഉപയോഗിക്കണം. ദൃഢനിശ്ചയം വേണം, ഞാനിത് ജയിക്കുമെന്നുള്ള ദൃഢനിശ്ചയം. സ്ഥിരമായി അതിന് ഉത്സാഹം വേണം, കഠിനമായ പ്രയത്നം വേണം. അങ്ങനെയുള്ള ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ജീവിത വിജയം നേടും. അങ്ങനെ ജീവിത വിജയം നേടിയ ധാരാളം ജീവിത വിജയം ആപ്പുതം തുമന്നന്ത അവയാണ്. പ്രാപ്തം എന്നാണ് അർത്ഥം. പ്രാപിക്കാൻ വേണ്ടിയിട്ട് അസ്മാകം നമ്മുടെ സഹായം കുർവന്തി മഹാത്മാനഃ. ഇതിനുവേണ്ടി നമ്മുടെ മഹാത്മാക്കൾ നമ്മളെ സഹായിക്കുന്നു. ഏവം മഹാത്മനാം ജീവിത മൂല്യാനാം സ്വാംശീകരണേന. അവർ സഹിച്ച പോലെ, അവർ കഷ്ടപ്പെട്ട പോലെ അവർ പരിശ്രമിച്ച പോലെ നമുക്കും ആവും പോലെ ഒന്ന് പരിശ്രമിച്ച് നോക്കാം. ഏവം മഹാത്മനാം ജീവിത മൂല്യാനാം സ്വാംശീകരണേന വയം ജീവിത വിജയം പ്രാപ്നുമഃ. നമുക്കും ജീവിത വിജയം അങ്ങനെ നേടാം. ഏകകേസ്മിൻ ജയ സന്തതം, എപ്പോഴും ജയം. ബാബാ സാഹേബ് അംബേദ്കർ. ഇത് ഈ പാഠദ്വയം സമാവേശിതം ഭവതി. 2 പാഠമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സപ്തമഹാപാഠ ജയ സന്തതം. ചിത്രേ കിം ദൃശ്യന്തേ. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? ചിത്രം കിം സൂചയതി വദതു. ചിത്രത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? വളരെ ദൃഢോത്സാഹത്തോടെയും കഠിന പ്രയത്നത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ഒരു പർവ്വതാരോഹകൻ അങ്ങനെ പോകുന്നു, പർവ്വതാരോഹണം ചെയ്യുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം വിജയം വരിക്കും. വിശ്വപ്രസിദ്ധ മഹാത്മനഃ ബഹവ്യഃ സമസ്യഃ. ബഹ്വ്യഃ എന്ന് പറഞ്ഞാൽ ധാരാളം. ഇത് സ്ത്രീലിംഗാണ്. അതിൻ്റെ രൂപം എങ്ങനെയാണ്? ബഹു, ബഹ്വ്യൗ, ബഹ്വ്യഃ. അത് പുല്ലിംഗത്തിൽ പറയുമ്പോൾ ബഹു ബഹവഃ. നപുംസകലിംഗത്തിൽ പറയുമ്പോൾ ബഹുനി ബഹൂനി. അതാണ് ബഹ്വ്യഃ സമസ്യഃ. അനേകം സമസ്യകൾ അതിജീവിച്ചിട്ട് നേരിട്ടിട്ട് ജീവന വിജയം പ്രാപ്തവന്തഃ. ജീവിത വിജയം നേടി മഹാത്മാക്കൾ. തേഷാം ദൃഢനിശ്ചയ. അവരുടെ ദൃഢനിശ്ചയം, പ്രയത്നം, ആത്മസ്ഥൈര്യം, തൻ്റെ ആ ആത്മാവിൻ്റെ ധൈര്യം, ഇതെല്ലാം തന്നെ സർവദാ അസ്മാൻ പ്രചോദയതേ, നമ്മളെ പ്രചോദിപ്പിക്കുന്നു. നമുക്കും അതുപോലെ ആവണം എന്നുള്ള ഒരു ഉണർവ് നമുക്ക് തരുന്നു. ഏകഃ ബാലഃ ആസീത്. ഒരു കുട്ടിയുണ്ടായിരുന്നു.
ബാല്യേവ പിരിക്കുമ്പോൾ ബാല്യേവ സഹ പാദകന്തുകക്രീഡായാം പന്തുകളിയിൽ ഫുട്ബോൾ കളിയിൽ അതീവ സമർത്ഥ ആസീത് വളരെയധികം സമർത്ഥനായിരുന്നു. സബാലഹ പുരസ്കാരേണ സമ്മാനിത അഭവത് ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ലഭിച്ചു. തസ്യ മാതാപിതാ മാതാമഹീച്ച അദ്ദേഹത്തിൻ്റെ അമ്മ, അച്ഛൻ, അമ്മമ്മ തുടങ്ങിയവർ നിതരാം സന്തുഷ്ടഹാസൻ അവൻ്റെ കഠിന പ്രയത്നത്തിലും സ്ഥിരോത്സാഹത്തിലും എല്ലാം തന്നെ എല്ലാവരും സന്തോഷിച്ചു. കിന്തു എന്നാൽ അവിളംബേനേവ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ബാലഹായം ഈ ബാലൻ രോഗേണ പീഡിത രോഗത്താൽ പീഡിതനായി. തസ്യ ശരീരസ്യ വൃദ്ധി മന്ദീഭവതി സ്മ അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച മുരടിച്ചു. ക്രീഡിതും അശക്ത സഹ അതീവ ദുഃഖിതോ കളിക്കാൻ പറ്റാത്തതിൽ അവൻ വളരെയധികം ദുഃഖിച്ചു. ബാന്ധവാശ്ച നിസ്സഹായ ജാതാഹ ബാന്ധവർ ബന്ധുക്കൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ പരിശീലകസ്യ പ്രോത്സാഹനേന അദ്ദേഹത്തിൻ്റെ പരിശീലകൻ്റെ പ്രോത്സാഹനത്താൽ പ്രോത്സാഹനേന സമം ഇത് അവ്യസ്യോഗ്യ തൃതീയ പ്രോത്സാഹനേന സമം സ്വമനോബലേന തൻ്റെ മനോബലം കൊണ്ടും സർവാൻ പ്രതിബന്ധാൻ എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും സോഢ്വ സഹിച്ചിട്ട് ഏഷ ക്രീഡായാം ബദ്ധശ്രദ്ധ ആസീത് അഭവത് അവൻ ക്രീഡയിൽ ബദ്ധശ്രദ്ധനായി. സഹ കാലാന്തരെ അവൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പ് ജേതാവായി. നമുക്ക് പേരറിയാലോ. ഏഷയവ വിശ്വപ്രസിദ്ധ പാദകന്തുക ക്രീഡക ലയണൽ മെസ്സി ഇദ്ദേഹമാണ് സുപ്രസിദ്ധനായ പാദകന്തുക ക്രീഡകനായ അദ്ദേഹം ഫുട്ബോൾ കളിക്കാരനായ ലയണൽ മെസ്സി. കഠിനേന പ്രയത്നേന ക്ലേശാദീൻ ജയാസന്തതം കഠിനമായ പ്രയത്നം കൊണ്ട് ക്ലേശാദികളെ ജയാസന്തതം ബുദ്ധിമുട്ടുകളെ ജയിക്കുക എപ്പോഴും. ആലസ്യം തു സദാത്യാജ്യം ആലസ്യം നമുക്ക് വേണ്ട, അത് നമ്മുടെ ശത്രുവാണ്, അതിനെ ഒഴിവാക്കണം. ത്യാജ്യമാണ്, ഒഴിവാക്കേണ്ടതാണ്. പ്രയത്നം ഗുരു സർവദാ എപ്പോഴും നമ്മൾ പ്രയത്നിക്കണം. അങ്ങനെ മെസ്സിയുടെ കാര്യം നമ്മൾ കേട്ടു. ഈ മെസ്സിക്ക് 7 തവണ ബാലൻഡിയോർ പുരസ്കാരം, ഈ മികച്ച ഫുട്ബോളറായിട്ടുള്ള ആ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരുടെയും പ്രിയപ്പെട്ട കളിക്കാരനാണ്. നമുക്കിവിടെ ഈ പാഠം അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.